ഞാൻ ഇന്ന് ഫ്രൈഡേ ആയിട്ട് ജസ്റ്റ് ഒരു മോളിൽ വന്നൊക്കെയാണ്. ഇതിവിടുത്തെ ഒരു മോളാണ് കേട്ടോ, ആൽഡർവുഡ് മോളെന്ന് പറയും. സോ അപ്പോൾ ഞാൻ ഇവിടുത്തെ ജസ്റ്റ് ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കിഡ്സിനൊക്കെ, കുറേ ക്യൂട്ട് തിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിൽസ്. I don't have coins. ഒരുപാട് തിങ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. Oh, this basket right there. അവിടെ ഇങ്ങനെ നടക്കുവാണ്. എനിക്കിവിടുത്തെ H&M ഒന്ന് കയറിയാൽ കൊള്ളാം എന്നുണ്ട്. നൈതോ ഹായ്. എനിക്ക് ഈ ഒരു മോള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിവിടെ വന്നിട്ട് US നമ്മളെ നാട്ടിലൊക്കെ ഒരു ഫീല് കിട്ടിയ ഒരു മോള് ഈ ആൽഡർവുഡ് മോളാണ്. നമ്മുടെ ബെൽവ്യൂ സ്ക്വയറിലുള്ള മോൾ അത്രത്തോളം എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ ഒരുപാട് ഷോറൂംസ് ഉണ്ട്. അതുപോലെ തന്നെ H&M, സാറ, അങ്ങനെ എല്ലാ ഷോറൂംസ് ഇവിടെ ഉണ്ട്. പക്ഷേ ബെൽവ്യൂ സ്ക്വയറിലുള്ള മോളിൽ H&M സാറയൊന്നുമില്ല. സാറ ഉണ്ട് കേട്ടോ, പക്ഷേ H&M ഞാൻ അവിടെ കണ്ടിട്ടില്ല. ആൻഡ് ഈ H&M എനിക്ക് പാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 2-3 പാൻസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഇവിടെ വന്ന ടൈമിൽ. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് കയറിയത് കൊണ്ട് ആ H&M കൂടെ ഒന്ന് കയറാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഞങ്ങൾ നടക്കുവാണ്. ആൻഡ് ഇതിവിടുത്തെ ഡയമണ്ട്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഹെൽസ്ബർഗ് ഡയമണ്ട്സ് എന്ന് പറയും. 18 ക്യാരറ്റിൻ്റെ ഡയമണ്ട്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഇത് വിക്ടോറിയ സീക്രട്ടിൻ്റെ നമ്മുടെ ലിങ്കർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇടയ്ക്ക് ഇവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു താങ്ക്സ് ഗിവിങ് ടൈമിൽ. ഇപ്പോൾ ഓഫറൊന്നുമില്ല. ആൻഡ് നമുക്ക് പറ്റിയ ടൈപ്പ് ലിങ്കറിങ് ഒന്നും അവിടെ കിട്ടാറുമില്ല. ഞാൻ പിന്നെ അങ്ങനെ അവിടെ നിന്ന് മേടിച്ചിട്ടുമില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കയറാറുണ്ട്. എനിക്ക് ഈ മോളിലൊക്കെ ഒന്ന് മേടിച്ചിട്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കയറി കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിക്കുമ്പം പണ്ട് മുതലേ ഈ മോളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊന്ന് H&Mലോട്ടൊന്ന് കയറുവാണ്. നൈതു ഏട്ടനും കൂടെ അവിടെ നിൽക്കുവാണ്. നൈതുവിന് ഈ ഞാനിങ്ങോട്ട് കയറുമ്പോഴേ അവൾ പറയും, മമ്മി നോ 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 ഷോപ്പിംഗ് നോ ഷോപ്പിംഗ് എന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി എന്തൊക്കെയാണ് എന്ന്. ഇപ്പോൾ സമ്മർ ടൈമല്ലേ, അപ്പോൾ സമ്മർ കളക്ഷൻസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ നോക്കിയ ടൈപ്പ് ഒന്നും അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺലൈനിലൊക്കെ നോക്കാറുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ സൈസ് അവൈലബിൾ അല്ല. 30% ഓഫ് എന്തോ ഉണ്ട്. ഇതൊരു ഗൗൺ പോലെ കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. എനിക്ക് ആ ബ്രൗൺ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത്, പക്ഷേ സൈസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയില്ല. പിന്നെ ഈ ഒരു ക്രീം ഷെയ്ഡ് ഉണ്ടായിരുന്നു. വലിയ കളക്ഷൻസ് ഒന്നുമില്ല. നമ്മളെപ്പോഴും ചെല്ലുമ്പം ഒരുപാട് നല്ല ടൈപ്പ് ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഈ നമ്മുടെ സമ്മർ, പിന്നെ ഒരുപാട് സ്കേർട്സ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കുറേ സ്കേർട്സ്. പിന്നെ വലിയ കളക്ഷൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടുത്തെ ഒരു ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ട്രിവാൻഡ്രത്ത് H&M ഇല്ല, എറണാകുളത്താണ് H&M ഉള്ളത്. അപ്പം ഞാനിവിടെ വന്നിട്ടാണ് H&Mൽ കൂടുതലായിട്ടും ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയത്. നാട്ടിലായിരുന്നപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ ഷോപ്പ് ചെയ്യുമായിരുന്നു നമ്മുടെ ലുലുവിൽ. ഇപ്പം എന്തോ സ്റ്റാർട്ട് ചെയ്തത് എന്നും ഞാൻ കേട്ട പോലെ, അറിയില്ല.
ആൻഡ് ഇവിടെ പാൻസ് ഒക്കെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. നമ്മുടെ ഈ ബൂട്ട് കട്ട് ജീൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, സ്ട്രെയിറ്റ് ഫിറ്റ് ജീൻസൊക്കെ. പക്ഷേ ഓൺലൈനിൽ ഒരുപാട് നല്ല ഇത് ഞാൻ കണ്ടായിരുന്നു, പാൻസൊക്കെ. ഇത് ട്രൗസർ മോഡലാണ് കേട്ടോ, പല കളറുണ്ട്. ഇപ്പോൾ ഇവിടെ ഓഫറൊന്നുമില്ല, ചില സമയത്ത് ഇവിടെ 70% ഓഫൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞാൻ വന്ന ടൈമിൽ ഇവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഓഫ് ഉള്ള ടൈമിൽ. ഓഫറിന് ഉള്ള ടൈമിൽ പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സൈസിന് ഫിറ്റായിട്ടുള്ളതൊന്നും കിട്ടാറില്ല. അവർ ക്ലിയറൻസ് ഇടുന്നത് ഈ പോകാത്ത സൈസസ് ഒക്കെ ആയിരിക്കും അവർ ക്ലിയറൻസിന് ഇടാറ്. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ളത്, കിഡ്സിനുള്ളത് നല്ല. എനിക്ക് ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ, റഫിൾ ടൈപ്പ് ടോപ്പാണ്. ഇതൊരു സ്കേർട്ടാണ്, ഒരു സാറ്റിൻ സീക്വൻസ് പോലത്തെ സ്കേർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ, വലുതായിട്ടൊന്നും മേടിച്ചില്ല. ഒന്നും മേടിച്ചില്ല ആക്ച്വലി, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി കാണുക ചെയ്തത്. സാറയിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മെൻസിൻ്റെ ഇങ്ങനത്തെ ക്രോഷറ്റ് ടൈപ്പ് ഷർട്ട്സൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് റേറ്റ് നല്ല റേറ്റുമായിരുന്നു, നല്ല കത്തി റേറ്റായിരുന്നു.
എനിക്ക് ഒരുപാട് നല്ല ക്രോഷറ്റ് ഇങ്ങനത്തെ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഈ മെൻസിൻ്റെ ഞാൻ കയറിയ സെക്ഷൻ മെൻസായിരുന്നു, അപ്പുറത്തായിരുന്നു വിമൻസിൻ്റെ. അപ്പം ഞാൻ മെൻസ് വഴി കയറിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോവുകയാണ്. ആൻഡ് നമ്മുടെ വിമൻസ് വെയറും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഓഫറൊന്നും അങ്ങനെ കാണും. എനിക്ക് ഈ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്ലൂവിൽ ഇങ്ങനത്തെ ആ ഒരു ഡിസൈൻ വരുന്ന ഫ്ലോറൽ ആ ഒരു റോസാണ് കേട്ടോ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. അത് നോക്കിയപ്പോൾ നല്ല റേറ്റ്. അപ്പോൾ അതുപോലെ തന്നെ പ്രൈസ് ടാഗ് തിരിച്ചു വെച്ചിട്ട് ഞാൻ നടക്കുവാണ്, എന്തെങ്കിലും എനിക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് നോക്കി, ബട്ട് ഒന്നും എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നും കിട്ടിയില്ല. കുറച്ച് റേറ്റ് ഭയങ്കര ഹൈ ആണ് ഇവിടെ സാറയിൽ. H&Mനെ കമ്പയർ ചെയ്യുമ്പോൾ സാറയിൽ കുറച്ചും കൂടെ റേറ്റ് ഹൈ ആണ്. സാറ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഒരു ടൈം മേടിച്ചിട്ടുണ്ട് ഒരു ടോപ്പ്. അത് എനിക്ക് ഓഫറിന് കിട്ടിയതാണ്. ക്ലിയറൻസ് സെയിലൊക്കെ വരാറുണ്ട്, ഞാൻ ഓൺലൈൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ അങ്ങനെ കിട്ടിയതാണ്. ഈ ഒരു ക്രോഷറ്റ് ടൈപ്പ് ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് നല്ല റേറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു റേറ്റിന് തന്നെ നമുക്കൊരു 3 ടോപ്പ് മേടിക്കാം അല്ലാതെ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് എന്നുള്ളത്. ഇതേ സെയിം ടോപ്പൊക്കെ തന്നെ നമ്മുടെ നാട്ടിലും കിട്ടാറുണ്ട്, പക്ഷെ അവിടെ ഒന്നും ഇത്ര വിലയില്ല. ആൻഡ് ഇതേ സെയിം തന്നെ നമ്മുടെ ആമസോണിലും ഷീനിലും ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ ബർത്ത്ഡേക്കൊക്കെ പാർട്ടി വെയർ കുറേ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വന്നപ്പോൾ നല്ല കളക്ഷൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നി സാറയിൽ. ബട്ട് അവർ ഓഫറൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുകയാണ്. കുറേ നല്ല നല്ല ഡ്രസ്സസ് അവൈലബിൾ ആയിരുന്നു. ഈ പിന്നഫോർ ടൈപ്പ് ഡ്രസ്സ്, അതുപോലെ ബോഡിക്കോൺ ഡ്രസ്സസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ സമ്മർ കളക്ഷൻസ് ആണ് ഇവിടെ കുറച്ച് സെയിൽ നടക്കുന്നുണ്ട്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സെഷനിലോട്ട് പോയില്ല. പിന്നെ ഇവരുടെ പെർഫ്യൂംസ് ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ റെഡ് ടെംപ്റ്റേഷൻ്റെ, ഈ സാറയുടെ റെഡ് ടെംപ്റ്റേഷൻ നല്ല ഇഷ്ടമാണ്. കുറച്ച് സ്ട്രോങ് പെർഫ്യൂമാണ്, നല്ല അരോമയാണ്, കുറേ നേരം അത് നിൽക്കും. സാറയുടെ തന്നെ കുറേ നല്ല പെർഫ്യൂംസ് ഉണ്ട്. ഈ ഒരു സെക്ഷനിലുള്ളത് നല്ല പെർഫ്യൂമാണ്. എനിക്ക് ബ്ലൂ ലേഡി എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഇവിടെ ഉണ്ടായിരുന്നു, അത് പക്ഷേ ഇപ്പോൾ കണ്ടില്ല. എനിക്ക് റെഡ് ടെംപ്റ്റേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ ഇപ്പോഴും ഉണ്ട്, അത് തീർന്നില്ല. ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 1 ഇയറോളം ആയി. സാറയിൽ കുറേ നല്ല പെർഫ്യൂംസ് അവൈലബിൾ ആണ്. ഇടയ്ക്ക് ഇവിടെ ഓഫർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നുള്ളവർ സാറയിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി $20 ഒക്കെ ഉള്ളൂ പെർഫ്യൂംസിന്. പിന്നെ ഇവിടെ കുറച്ച് സെഷനിൽ ഇങ്ങനത്തെ കുറേ ടോപ്സ് ഉണ്ടായിരുന്നു. ബോഡിക്കോൺ ടൈപ്പ് ഡ്രസ്സസ് ആണ് കേട്ടോ. പിന്നെ ക്രോഷറ്റ് ടൈപ്പ്, എനിക്ക് ക്രോഷറ്റ് ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇതും അവർ ക്ലിയറൻസ് ഇട്ടേക്കുന്നെങ്കിലും പോലും പ്രൈസ് കുറച്ച് അഫോർഡബിൾ അല്ലാതെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയല്ല, ഞാൻ ഇങ്ങനെ ജസ്റ്റ് കണ്ടു വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നോക്കുവാണിങ്ങനെ. ഇത് കണ്ടോ നിങ്ങൾ? പൂവാണ്, കമ്മലാന്ന് തോന്നുന്നു. ബോഡി വർക്ക്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഇത് കുറച്ച് നാൾ മുന്നേ മേടിച്ചതാണ്. ഇപ്പോൾ അതൊക്കെ ഒന്ന് ഇടാൻ അൺബോക്സ് ചെയ്യാൻ ഇതുവരെ തുറന്നിട്ടില്ല. ഇത് ലോവിസയാണ്. ഇത് നല്ലൊരു തിങ്ങാണ് കേട്ടോ. കാരണം ഈ ഒരു ഷോപ്പിൽ ഒരുപാട് ക്യൂട്ട് അതുപോലെ $5 അതായത് $12 5 ഇയർ പീസ് ഞാൻ മേടിച്ചായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണ് ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. ഒരു റിങ് മോഡലാണ്. ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് ഒരെണ്ണം എടുത്തു. ഇതിൻ്റെ സിൽവർ എനിക്കുണ്ട്, അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഇതുകൂടെ എടുത്തായിരുന്നു. ആൻഡ് പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം കണ്ടോ, ഇത് റിങ് ടൈപ്പാണ്, ഈ ലൂപ്പ് പോലെയൊക്കെ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളതെടുത്തു. ആൻഡ് ഇതും ഡയമണ്ട്, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. സോ ഇത്രയാണ് അവിടെ നിന്ന് മേടിച്ചത്. ഇത് ഇത്രയും കൂടെ 5 എണ്ണം, 5 പീസിന് $12 എന്ന് കണ്ടോണ്ട് ഫേവറേറ്റ് സെഫോറയിൽ നിന്നുള്ള എന്തൊക്കെയാണ് മേടിച്ചത് ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഈ ഒരു തിങ്ങാണ്. ഇത് നമ്മുടെ സമ്മർ ഫ്രൈഡേയ്സിൻ്റെ ഒരു ലിപ് ബാമാണ് ഞാൻ എടുത്തത്. ലിപ് ബട്ടർ ബാമാണ്. ഇത് സ്ട്രോബെറി ഫ്ലേവറാണെന്ന് തോന്നുന്നു.
സ്ട്രോബെറി പോപ്പിയുടെയാണ്, പോപ്പി ഫ്ലേവറാണ്. ഇത് അത്യാവശ്യം ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. അൺബോക്സ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഇരുന്ന ആ സംഭവം, കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചത് ഡിയോറിൻ്റെ ഒരു ഫോറെവർ ഗ്ലോ മാക്സിമൈസർ എന്ന് പറഞ്ഞൊരു ഇതാണ് മേടിച്ചത്. ഇത് അത്യാവശ്യം നല്ലൊരു ഫെയർ കളേഴ്സൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പോകും. ഇതൊരു ഇല്യൂമിനേറ്ററാണ്. നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതാണത്. ഇത് ഹുഡ ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് കളറാണ്. ലിക്വിഡ് മാഷല്ല, ഐക്കൺ. ഹുഡ ബ്യൂട്ടിയുടെ ഐക്കൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് എടുത്തത്. ആൻഡ് ഇത് ഗ്ലോ റെസിപ്പിയുടെ വാട്ടർമെലൺ ഗ്ലോ നയസിനമൈഡ് ഹ്യൂ ഡ്രോപ്സ് ആണ്. ഇതൊരു ടിൻറ്റഡ് ആയിട്ടുള്ളൊരു സെറമാണ്. നമുക്ക് യൂസ് ചെയ്താലും പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. നല്ലൊരു സെറമാണ്, നമുക്ക് ഗ്ലോയ്ക്കും ബ്രൈറ്റനിങ്ങിനും ഒക്കെ കിട്ടും. ആൻഡ് ഇത് സെഫോറയുടെ ഒരു ഐ പെൻസിലാണ്. അത് കഴിഞ്ഞിട്ട് ഇതും ഫോക്സ് ഫിൽറ്ററാണ്, ഹുഡ ബ്യൂട്ടിയുടെ. ഇത് ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡ് ബോം ഷെല്ലാണ് കേട്ടോ. എൻ്റെ ബോം ഷെല്ല് തീർന്നു പോയി, അങ്ങനെ എടുത്തതാണ്. നല്ലൊരു ഷെയ്ഡാണ് ബോം ഷെല്ല്. ആൻഡ് ഇത് സെഫോറയുടെ തന്നെ വേറൊരു ലിപ് ഷെയ്ഡാണ് എടുത്തത്. ക്രീം ലിപ് സാറ്റിൻ എന്ന് പറയും, ക്രീം ലിപ് സ്റ്റെയിൻ. കുറച്ച് റെഡ് ബ്രൗണിഷ് ആയിട്ടൊക്കെ ഉള്ള ഒരു ഷെയ്ഡാണ്. ഇത് അൾട്ടിമേറ്റ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. സോ ഇത്രയാണ് ഞാൻ സെഫോറയിൽ നിന്ന് മേടിച്ചത്.